നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുതിച്ചുയർന്നു ഏത്തയ്ക്ക വില, കർഷകർക്ക് ആശ്വാസം. ഓണത്തിന് സെഞ്ചുറി അടിക്കുമോ? ഓണം അടുത്തതോടെ ഏത്തയ്ക്കായ്ക്ക് വില കുതിച്ചുയരുന്നു. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളമായി. ഓണം ആകുമ്പോഴേക്കും ഏത്തക്കായ വില 100 രൂപ കടക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് കർഷകരിൽ നിന്ന് 35 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ചിപ്സ് നിർമ്മാതാക്കൾക്ക് ഇക്കുറി 65 രൂപ മുതൽ 75 രൂപയ്ക്കാണ് കിട്ടുന്നത്. മഴയുടെ കൂടുതലും വേനൽ ചൂടും കാറ്റും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഏത്തക്കായുടെ വരവ് കുറഞ്ഞത് വില കൂടാൻ കാരണമായി. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിച്ചതിനാൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്നും മറ്റ് ജില്ലകളിലേക്ക് കായ കാര്യമായി എത്തുന്നില്ല. മൂപ്പെത്തിയ ഏത്തക്കായുടെ ക്ഷാമമാണ് വിലക്കയറ്റത്തിന് കാരണം. ഒരാഴ്ച മുമ്പ് 45 രൂപ മുതൽ 50 രൂപ ഉണ്ടായിരുന്ന ഏത്തക്കായ്ക്കും പഴത്തിനും വില ഇപ്പോൾ 80 മുതൽ 85 രൂപ വരെയാണ്. കർഷകരിൽ നിന്ന് മൊത്ത വിൽപ്പനക്കാർ നേരിട്ട് വാങ്ങുന്ന വില 65 രൂപ മുതൽ 70 രൂപ നിരക്കിലാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയതാണ് ഭൂരിഭാഗം കർഷകരും. കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കിയ പ്രതിസന്ധി കൃഷിയെ സാരമായി ബാധിച്ചതായും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം കായയുടെ വില ഇടിഞ്ഞതിനാൽ നിരവധി കർഷകർ കൃഷി ഉപേക്ഷിച്ചതും തിരിച്ചടിയായി. ഇക്കുറി തോട്ടത്തിൽ കായ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മൂപ്പെത്തിയിട്ടില്ല. പൊതുവെ എല്ലായിടത്തും കായയുടെ വരവ് കുറവാണ്. എത്തുന്നത് ചിപ്സ് ഉണ്ടാക്കുന്നവർ വാങ്ങും. നാടൻ ഏത്തവാഴ കൃഷിക്ക് 9 മാസവും തേനി നേന്ത്രം തരം വാഴയ്ക്ക് 11 മുതൽ 12 മാസവുമാണ് വിളവെടുപ്പ് സമയം. ഒരു വാഴയ്ക്ക് ശരാശരി 200 രൂപ മുതൽ 250 രൂപ വരെയും കൃഷി ചെലവ് വരും. ഒരു കുലയിൽ നിന്ന് ശരാശരി 10 മുതൽ 12 കിലോ കായ ലഭിക്കും. നാടൻ 9 മുതൽ 10 കിലോ തൂക്കം ലഭിക്കുമെന്നും കർഷകർ പറയുന്നു. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഏത്തവാഴ കൃഷി ചെയ്യുന്നത് കോതമംഗലം താലൂക്കിലെ കീരമ്പാറ പഞ്ചായത്തിലാണ്. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ഇക്കുറി 1 ലക്ഷം ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയും ഏത്തക്കായ സുലഭമാണ്. കഴിഞ്ഞ വർഷം 40 മുതൽ 50 ടൺ വരെയും 20 ലക്ഷം രൂപയുടെ ഏത്തക്കായ വിൽപ്പന നടത്തിയ കർഷകരുമുണ്ട്. ഓണത്തിന് തക്കവണ്ണം കൃഷി ഇറക്കിയ പല കർഷകരുടെയും ആയിരക്കണക്കിന് വാഴ കാറ്റിലും വെള്ളം കയറിയും നശിച്ചു. അപ്പോൾ ഏത്തക്കായുടെ വില ഓണത്തിനോടനുബന്ധിച്ച് സെഞ്ചുറി അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ് കർഷകർ. അപ്പോൾ കർഷകർക്ക് എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്.